ഞാൻ മറ്റൊരാളായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. അയാള് എത്ര ഭാഗ്യം ചെയ്തവനാണ്. എനിക്ക് അയാളാവാൻ പറ്റിയിരുന്നെങ്കിൽ, അയാളായിട്ട് അയാളുടെ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ടോ? ഈ തോന്നലുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ വെറും ഒരു തോന്നലായിട്ട് തള്ളിക്കളയേണ്ടതില്ല. യഥാർത്ഥത്തില് ഈ തോന്നല് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു തരത്തിൽ പറഞ്ഞാല് ഈ തോന്നലിന് അസൂയ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എന്നാല് ഈ തോന്നലിന്റെ സഹായക ഗുണത്തെ ഇല്ലാതാക്കി അതിനെ പരക്കെ ഒരു മോശം പ്രതിച്ഛായ കൊണ്ടുവരാൻ കാരണമായത് ഇതിന് ശേഷം വരുന്ന നമ്മുടെ ചില പ്രതികരണങ്ങളാണ്. എങ്ങനെയാണ് അസൂയ പോലെ ഒരു അധമ വികാരം നമ്മളെ സഹായിക്കുന്നത് എന്നാവും നിങ്ങളുടെയൊക്കെ സംശയം. എന്നാൽ അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ തോന്നലുകൾക്ക് പിറകിലുള്ള കാരണങ്ങൾ ഒന്ന് അന്വേഷിച്ചു പോയാലോ? അപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. മറ്റൊരാളുടെ ജീവിതം വേണം എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ഞാൻ അയാളായിരുന്നു എങ്കിൽ എന്ന തോന്നലിന്റെ കാരണം എന്തായിരിക്കും? ചില കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ കമന്റ് ആയിട്ടിടാം. എനിക്ക് മനസ്സിലായ ചില കാരണങ്ങൾ ഞാനും പറയാം. ഒന്നാമത്തെ കാരണം, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ കാരണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും അതിന്റെ ചുറ്റുപാടുകളെയും ഇഷ്ടപ്പെടുന്നില്ല. ഈ രണ്ട് കാരണങ്ങൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ളതാണ്, ഡയറക്റ്റ് ആയിട്ട് എത്താവുന്ന രണ്ട് കാരണങ്ങൾ. മറ്റൊന്ന് ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിൽ അതൃപ്തി ഉണ്ടാവണം. എന്നാൽ മൂന്നാമത്തെ കാരണമാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്. മേ ബി യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗെയിം ചേഞ്ചർ. തെറ്റായ ധാരണകൾ. ഈ കാരണത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ കാരണത്തിന്റെ പല വശങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടും ഉണ്ട്. ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്തെന്നാൽ, ചില തെറ്റായ ധാരണകളുടെ പരിണിത ഫലമാണ് ആദ്യത്തെ രണ്ട് കാരണങ്ങൾ. അതായത് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പകരം നിങ്ങളില് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള്, സ്വഭാവ വിശേഷങ്ങള്, കഴിവുകേടുകള് മാത്രമാണ് നിലവിൽ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളത്. അതിന് മുകളിൽ പടുത്തുയർത്ത ഒരു സെൽഫ് ഇമേജ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ളത്. ഇതേപോലെ തന്നെ ജീവിതത്തിന്റെ മോശമായിട്ടുള്ള വശം മാത്രം കണക്കിലെടുത്തുകൊണ്ട് വരച്ചിട്ട ഒരു ചിത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ളത്. ഇതാണ് ഒന്നാമത്തെ പോസിബിലിറ്റി ഓഫ് റോങ് അസംഷൻസ്. ഇതിന്റെ അടുത്ത വശം എന്താണ് എന്ന് വെച്ചാല്, നിങ്ങളെക്കാൾ മികച്ചതായി നിങ്ങൾ കരുതുന്ന അയാളുടെ ജീവിതത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അയാളുടെ ജീവിതത്തിന്റെ നല്ല വശം മാത്രം കണക്കിലെടുത്ത് നെയ്ത ഒരു മായിക സങ്കല്പത്തെയാണ് നിങ്ങൾ അയാളുടെ ജീവിതമായിട്ട് കരുതുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടുകള്, ചിന്തകള് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാല് പുറം ലോകത്തിന് അതറിയില്ല. അതുപോലെ തന്നെ ഒരു വശം അയാൾക്കും ഉണ്ട്. ഇവിടെ രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാല്, നമ്മൾ പോലും അറിയാതെ ഒരു താരതമ്യം നമ്മുടെ മനസ്സിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളും അയാളുമായിട്ട് നടന്ന ആ താരതമ്യത്തിന്റെ റിസൾട്ടായി കിട്ടിയ ഉത്തരമാണ് എന്നെക്കാൾ മികച്ചതാണ് അയാള്, അല്ലെങ്കിൽ എന്റേതിനേക്കാൾ മികച്ചതാണ് അയാളുടെ ജീവിതം എന്നുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതൊരു തുല്യമായിട്ടുള്ള താരതമ്യം ആയിരുന്നോ എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. യു കമ്പയർഡ് യുവർ ഇൻസൈഡ് വിത്ത് യുവർ ഔട്ട്സൈഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ പുറം ലോകമാണ്. അതേപോലെ മറ്റൊരാളുടെ ഉള്ളിൽ നിങ്ങൾക്കും അറിയില്ല. ഇത്തരത്തില് ഇവിടെ നടന്നത് ഒരു തെറ്റായ തുലനമാണ്. ഒബ്വിയസ്ലി അതിന്റെ റിസൾട്ടും എന്തായിരിക്കും? തെറ്റ് തന്നെയായിരിക്കും. അങ്ങനെ കിട്ടിയ തെറ്റുത്തരത്തിന് മേലുണ്ടായതാവാം ഇത്തരം തോന്നലുകൾ. അങ്ങനെ കാരണങ്ങളെല്ലാം ആയി. ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് ഈ അസൂയ എന്നുള്ളത് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആദ്യ രണ്ട് കാരണങ്ങളില്ലേ, അതിന്റെ പരിഹാരമായിട്ടാണ് ഈ തോന്നല് വരുന്നത്. ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. സോ ഇസ് ദെയർ ലൈഫ്. എന്തെങ്കിലും പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ ഇന്നലെയുള്ള എന്നേക്കാള് മെച്ചപ്പെട്ട ഒരാളായി ഇന്ന് ഞാൻ വളരുക എന്നുള്ളതല്ലേ ജീവിതം. അങ്ങനെ മെല്ലെ മെല്ലെ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ഓരോ പോരായ്മകളായി പരിഹരിച്ച് കൂടുതൽ മികച്ച ഒരു മനുഷ്യനായി തീരാന്
ഇഫ് ഐഡന്റിഫൈഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് വെൽ, ഈ തോന്നലുകൾ നമ്മളെ സഹായിക്കും. ഇവിടെ ഞാൻ 2 വാക്കുകൾ പറഞ്ഞു, ഐഡന്റിഫൈ ആൻഡ് യൂട്ടിലൈസ്. ഐഡന്റിഫിക്കേഷൻ എന്നാൽ തിരിച്ചറിയുക. എന്താണ് ഇവിടെ തിരിച്ചറിയേണ്ടത്? ഈ തോന്നല് നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയണം. എന്ത് മാറ്റമാണ് ഈ തോന്നലിന് പിറകിലുള്ള എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്? ഏത് തരത്തിലാണ് ഞാൻ ആയിത്തീരേണ്ടത്? ആക്ച്വലി ഇറ്റ് ആക്ട് ആസ് എ കോമ്പസ്, ഒരു വഴികാട്ടിയെ പോലെ ഇനി ഏത് ദിശയിലേക്കാണ് ഞാൻ മുന്നേറേണ്ടത് എന്ന് പറയുകയാണ് ഈ തോന്നലുകൾ ചെയ്യുന്നത്. നിങ്ങൾ ആരെയാണോ അതിശയത്തോടെ നോക്കുന്നത്, അയാളിലെ ചില ഗുണഗണങ്ങൾ നിങ്ങളിലും ഉണ്ടായെങ്കിൽ നിങ്ങൾ കുറെ കൂടി ഭേദപ്പെട്ട ഒരാളായിത്തീരും എന്ന പ്രതീക്ഷയാണ് ഈ തോന്നലിന്റെ പിന്നിൽ. എന്നാൽ ചിലരുടെ ജീവിതം എന്റേതായിരുന്നെങ്കിൽ എന്ന തോന്നലിന് നന്നായി അടുത്തറിയേണ്ടതുണ്ട്. അതിനെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ഈ എക്സാക്റ്റ് ആയിട്ടുള്ള അനുഭവമാണോ, അതോ ഈ അനുഭവത്തിലൂടെ അവരനുഭവിക്കുന്ന അനുഭൂതികളാണോ എന്ന്. ഉത്തരം അവരനുഭവിച്ച ഫീലിംഗ് ആണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് ആ ഫീലിംഗ് സന്തോഷമാണ് എന്നിരിക്കട്ടെ. അത് കിട്ടാനായിട്ട് അവരുടെ അതേ അനുഭവം അതേപടി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പകരം സന്തോഷം നൽകുന്ന മറ്റെന്തെങ്കിലും ആയാലും മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കുറേ ജീവിത ചിത്രങ്ങള് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ആളുകള് പ്രദർശനത്തിന് വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു കാര്യവുമില്ലാതെ വെറുതെ ഹൈപ്പ് കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങള് ആളുകളെ പ്രൊജക്റ്റ് ചെയ്യുന്നുമുണ്ട്. നിരന്തരമായിട്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇതെല്ലാം ചെയ്താൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്ന തോന്നലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളല്ലാതെ നിങ്ങളെപ്പോലെ മറ്റാരും ഈ ലോകത്തില്ല. നിങ്ങളുടെ ജീവിതോദ്ദേശം അതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് വ്യത്യാസപ്പെട്ടതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളും വ്യത്യാസപ്പെട്ടതാണ്. എല്ലാ മനുഷ്യരും സന്തോഷം കണ്ടെത്തുന്നത് ഒരേ രീതിയിലൊന്നുമല്ല. ഇത്തരത്തില് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളുടെ ഇൻഹറന്റ് നേച്ചറായിട്ട് അലൈൻഡായി തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ ഈ തോന്നലുകളെ ശരിയായി തിരിച്ചറിഞ്ഞാല് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാല് അതിനെ വഴികാട്ടിയായിട്ട് തെരഞ്ഞെടുക്കുക. നിങ്ങൾ അമ്പരപ്പോടെ നോക്കുന്ന മനുഷ്യരിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക. ഇവിടെയാണ് പലരുടെയും ഉള്ളില് ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ള ഈ അസൂയ എന്നുള്ള വികാരം വിനാശകാരിയായിട്ട് മാറുന്നത്. പ്രചോദനം ഉൾക്കൊള്ളുന്നതിന് പകരമായിട്ട് അവരുടെ മനസ്സിൽ വെറുപ്പിന് ഇടം കൊടുക്കും. അയാളുടെ പതനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാല്, അയാള് വീണതുകൊണ്ട് നിങ്ങൾ ഉയരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പൂന്തോട്ടം മനോഹരമാവണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരണം. അയാളുടെ തോട്ടം നന്നാക്കാന് അയാൾ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങളുടേതിനു വേണ്ടി നിങ്ങളും പരിശ്രമിക്കണം. നിങ്ങളുടെ ജീവിതോദ്ദേശവുമായിട്ട് അലൈൻഡായി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും. നിങ്ങൾ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ വ്യാപൃതരായാൽ മറ്റൊരാളുടേതിൽ എത്തി നോക്കാൻ പോലും നിങ്ങൾക്ക് പിന്നെ നേരം ഉണ്ടാവില്ല. തുടർന്ന് ഇത്തരം അൺഹെൽത്തി കമ്പാരിസൺസ് നടത്താനുള്ള സമയവും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ധർമ്മം നിറവേറ്റുക. അതെത്ര ചെറുത് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നമ്മുടെ ശരീരം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിലെ ഓരോ കോശവും ശരിയായിട്ടുള്ള രീതിയിൽ തനതായിട്ടുള്ള ധർമ്മം ചെയ്യുമ്പോഴല്ലേ. അതിൽ ഒരു കുഞ്ഞു കോശം നിയന്ത്രണം നഷ്ടമായി പെരുമാറിയാൽ മതി ക്യാൻസർ പോലെയുള്ള ശരീരത്തെ ആകെ താറുമാറാക്കുന്ന ഒരു രോഗം വരാൻ. ഒന്നും മറ്റൊന്നിനേക്കാൾ മികച്ചതോ മേന്മയേറിയതോ അല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത ധർമ്മങ്ങളുണ്ട്, പ്രാധാന്യമുണ്ട്. ഹൃദയത്തിന് അതിൻ്റെതായിട്ടുള്ള പണിയുണ്ട്, കിഡ്നിക്ക് അതിൻ്റെതായിട്ടുള്ള ധർമ്മവും. എന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. ചില വിടവുകൾ നികത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരുപക്ഷെ
അത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ലായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ് മാറ്റേഴ്സ്.